അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്നലത്തെ രാത്രി ഒരുപാട് പേർ ഉറക്കമൊഴിച്ച് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും നിസ്കാരം കൊണ്ടും സമ്പൂർണ്ണമാക്കിയവർ ഉണ്ടാകും. അള്ളാഹു എല്ലാവരുടെയും ദുആക്ക് എളുപ്പത്തിൽ ഉത്തരം നൽകട്ടെ. ആമീൻ. ഉദ്ദേശിച്ച കാര്യങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും എല്ലാം ആഗ്രഹിച്ച പോലെ അള്ളാഹു നിറവേറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇന്ന് 27-ൻ്റെ പകലാണ്. അൽഹംദുലില്ലാ, വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. 27-ൻ്റെ പകലും കൂടുതൽ സമയം ഇബാദത്തുകൾ ഇന്നലെ രാത്രി ചെയ്തതുപോലെ ഇന്നത്തെ പകലും ചെയ്യുക. ഈ ദിവസം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നലത്തെ രാത്രിയുടെ അതേ പവർ തന്നെ ഇന്നത്തെ പകലിനുമുണ്ട്. എന്തു ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാര ശേഷം തൊട്ട് മഗ്‌രിബ് നിസ്കാരം വരെയുള്ള സമയം, ആ സമയം ഭയങ്കരമായിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. വെള്ളിയാഴ്ചയിലെ എല്ലാ സമയങ്ങളും ഏറ്റവും മഹത്വം തന്നെയാണ്. നമ്മൾ ദുആ നിസ്കാരത്തിൻ്റെ ശേഷം, സുബഹിക്ക് ശേഷം, ജുമയുടെ ശേഷം ഇതെല്ലാം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ തന്നെയാണ്. എങ്കിലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, വെള്ളിയാഴ്ച അസർ നിസ്കാരം തൊട്ട് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ആ സമയം വരെ ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരം കഴിഞ്ഞ ശേഷം സൂറത്തുൽ മുസമ്മിൽ ഓതി ദുആ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് ദുആക്ക് ഉത്തരം നൽകും. നമ്മളിൽ ഒരുപാട് പേർ വളരെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ജീവിത പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. കടത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പലിശക്കടം കൊണ്ട് വിഷമിക്കുന്നവരും സ്വർണ്ണപ്പണയം പലിശക്കടവും കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ വേർപിരിയൽ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒരാൾക്ക് ഇഷ്ടമുണ്ടാവും ഒരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ഭർത്താവിന് സ്നേഹമില്ലാത്തവർ, ഭാര്യയോട് സ്നേഹമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാര ശേഷം റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായ ഈ ദിവസം ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ നിസ്കാര ശേഷം നബിയുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലുക. ഇബ്രാഹിമിയ സ്വലാത്തോ, നാരിയത്ത് സ്വലാത്തോ, സ്വലാത്ത് ഫാത്തിഹയോ ഏതാണോ ചൊല്ലാൻ കഴിയുന്നത് അത് 11 തവണ ചൊല്ലുക. അതിനുശേഷം ഇരു കൈയും ഉയർത്തി എന്താവശ്യമാണോ നടക്കാനുള്ളത് അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട്, അതിനുവേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ദുആ ചെയ്യുക. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സൂറത്തുൽ മുസമ്മിൽ ഉദ്ദേശം നിറവേറണം എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ ഓതുക. 7 തവണ ഓതുക. ഓരോ തവണ ഓതുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. ഇങ്ങനെ 7 പ്രാവശ്യം ഓതുമ്പോഴും ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നടക്കും. എന്തായാലും ഉദ്ദേശം നിറവേറും. സൂറത്തുൽ മുസമ്മിൽ അത് മഹത്തായ ഒരു സൂറത്താണ്. ഇനി നമുക്ക് അവസാന 10-ൽ ചെല്ലേണ്ട 33 പ്രാവശ്യം ചെല്ലാം. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة
الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين اللهم ارزقني من النار وادخل الجنة يا رب العالمين അള്ളാഹു ഇരുലോകത്തും വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.